രാഷ്ട്രീയ പോരാട്ടത്തിൽ കേരളത്തിലെ ശ്രദ്ധേയ മണ്ഡലമായ വയനാട്ടിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ.എസ്. സുരേന്ദ്രന് വയനാട്ടിൽ വൻ സ്വീകരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കൽപ്പറ്റയിലെത്തിയ സുരേന്ദ്രനെ ബി.ജെ.പി പ്രവർത്തകർ ഗംഭീരമായാണ് വരവേറ്റത്. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് സി.കെ. ജാനുവും സുരേന്ദ്രനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. പൊതുപ്രവർത്തന രംഗത്തെ ആദ്യകളിരിയായ വയനാടൻ മണ്ണിലേക്ക് സ്ഥാനാർത്ഥിയായുള്ള കെ. സുരേന്ദ്രന്റെ രണ്ടാം വരവ് പ്രവർത്തകർ ആവേശപൂർവ്വം എതിരേറ്റു. കൽപ്പറ്റയിൽ നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കാളികളായത്. ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് സി.കെ. ജാനുവും സുരേന്ദ്രനൊപ്പം റോഡ് ഷോയിൽ പങ്കാളിയായി. രാഹുൽ ഗാന്ധിക്ക് യാത്രയയപ്പ് നൽകാനാണ് താൻ വന്നിരിക്കുന്നതെന്നും സന്തോഷത്തോടെ രാഹുലിനെ വയനാട്ടിൽ നിന്ന് തിരിച്ചയക്കുമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലെ വോട്ടർമാർ നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ എന്തുകൊണ്ടും തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ശ്രീ രാഹുൽജിയെ ഇവിടുന്ന് സന്തോഷത്തോടെ യാത്രയാക്കാനും ജനങ്ങൾ തീരുമാനിച്ചിരിക്കുക. വയനാട് വലിയ തോതിൽ വികസനം ദാഹിക്കുന്നു. കഴിഞ്ഞ 5 വർഷം ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു. കാരണം ഇത്രയും ഉന്നതനായ ഒരു നേതാവിനെ നമുക്ക് MP ആയി ലഭിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ജനങ്ങളെല്ലാവരും സന്തോഷിച്ചു. അദ്ദേഹത്തിൽ വലിയ വിശ്വാസം അർപ്പിച്ചു. അങ്ങേയറ്റത്തെ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വരവേറ്റു. പക്ഷേ MP എന്നുള്ള നിലയിൽ അദ്ദേഹം എല്ലാവരെയും നിരാശരാക്കി. ഞാൻ അദ്ദേഹം വയനാട്ടുകാരെ വഞ്ചിച്ചു എന്നുള്ള കഠിനമായ വാക്ക് ഉപയോഗിക്കുന്നില്ല, തെരഞ്ഞെടുപ്പായതുകൊണ്ട്. സാധാരണക്കാരനായ തനിക്ക് വയനാട്ടിലെ പ്രശ്നങ്ങൾ അറിയാമെന്നും വയനാടിനെ കുറിച്ച് കൃത്യമായ ധാരണയും തനിക്കുണ്ട്. രാത്രിയാത്രാ നിരോധനം, ആരോഗ്യമേഖലയിലെ പ്രശ്നം, റോഡുകളില്ലാത്ത പ്രയാസം, വന്യജീവി പ്രശ്നം എല്ലാം 3ാം മോദി സർക്കാർ പരിഹരിക്കുമെന്നും സുരേന്ദ്രൻ ഉറപ്പു നൽകി. അമൃത ന്യൂസ്, വയനാട്.